ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹുജുറാത്തിൽ 8 ആയത്തുകൾ നമ്മൾ പഠിച്ചു. കഴിഞ്ഞ അധ്യായത്തിൽ ഒരു വാർത്ത ലഭിച്ചാൽ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കണം, തീരുമാനമെടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻഗണന നൽകണം, വിശ്വാസികളുടെ മനസ്സ് ഈമാനിക പക്ഷത്താണ്, അധർമ്മത്തിൻ്റെ ധിക്കാരത്തിൻ്റെ ഭാഗത്തല്ല ഉണ്ടാവേണ്ടത് തുടങ്ങിയ വളരെ വിലപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. 9-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇൻ തായിഫതാനി മിനൽ മുഅ്മിനീന ഇഖ്തതലൂ ഫഅസ്ലിഹൂ ബൈനഹുമാ. സത്യവിശ്വാസികളിൽ നിന്നുള്ള 2 കക്ഷികൾ തമ്മിൽ കലഹിക്കാനിടയായാൽ അവർക്കിടയിൽ അനുരജ്ഞനമുണ്ടാക്കണം എന്നതാണ്. വഇൻ തായിഫത്താനി എന്ന പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. വിശ്വാസികളിലെ 2 വിഭാഗങ്ങൾ തമ്മിൽ കലഹിക്കാനിടയായാൽ എന്നാണ് പറയുന്നത്, അല്ലാതെ തമ്മിൽ കലഹിക്കുമ്പോൾ എന്നല്ല, വഇദ് എന്നല്ല. അതിൻ്റെ താല്പര്യം തമ്മിൽ തല്ലുക എന്നത് വിശ്വാസികളുടെ ഒരു സ്വഭാവമല്ല, അത് പാടില്ലാത്തതാണ്. എന്നാൽ വല്ലപ്പോഴും അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ അതിൽ സുൽഹുണ്ടാക്കണം. ത്വായിഫത്ത് എന്നാൽ ഒരു ചെറിയ വിഭാഗമാണ്. എന്തെങ്കിലും ആശയത്തിൽ വിഘടിച്ചു നിൽക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ തർക്കിക്കുന്നവരെന്നാണ് അതിൻ്റെ താല്പര്യം. അത് ഒരു ഫിർക്കത്തല്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ വലിയ വലിയ സംഘങ്ങൾ, സമുദായത്തിലെ വിഭാഗങ്ങൾ, വിഘടിച്ചു നിൽക്കുന്ന വലിയ ഗ്രൂപ്പുകളെക്കുറിച്ചല്ല ഈ സംസാരിക്കുന്നത്. വലാ തഫറഖൂ, അങ്ങനെ നിങ്ങൾ ഫിർക്കത്തുകളായി വലിയ ഗ്രൂപ്പുകളായി ഭിന്നിച്ചു നിൽക്കാൻ പാടില്ലെന്നാണ് ഖുർആൻ്റെ ശാസന. അത് അങ്ങനെ ആകുന്നവർ ആ വിഷയം വേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇഖ്തിലാഫുകൾ സ്വാഭാവികമാണ്. മനുഷ്യരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവണം. അത് ചില ഘട്ടത്തിൽ അത് നല്ലതാണ്, നല്ലതിലേക്ക് എത്താനുള്ള വഴിയാണ്. പക്ഷേ ഇഖ്തിലാഫുകൾ തഫറുക്കല്ല. ഇഖ്തിലാഫുകൾ വളർന്ന് അത് ഫിർക്കത്തിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് എത്താൻ പാടില്ലാത്തൊരു കാര്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇനി വിശ്വാസികളിലെ 2 കക്ഷികൾ തമ്മിൽ കലഹമുണ്ടായാൽ 2 സംഘത്തിലും പെടാത്ത വിശ്വാസികളുടെ ബാധ്യതയാണ് അതിൽ സുൽഹുണ്ടാക്കുക എന്നത്. അതല്ലാതെ അത് കണ്ടു നിൽക്കുക, ഏതോ ഒരു അനീതിയുടെ പക്ഷത്ത് ചേരുക അല്ല അവർ വേണ്ടത്. അതാണ് പറയുന്നത്, ഫഅസ്ലിഹൂ ബൈനഹുമാ, നിങ്ങളാണ് അവർ 2 കൂട്ടർക്കുമിടയിൽ സുൽഹ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ 2 വിഭാഗത്തിലും പെടാത്ത മുസ്ലിങ്ങളോട്, അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമില്ലാത്ത സംഘത്തോടാണ് ഈ കൽപ്പന, അഥവാ പ്രശ്ന പരിഹാരത്തിന് അവർ ശ്രമിക്കണമെന്ന് കൃത്യമായി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ ഫഖാതിലുല്ലതി തബ്ഗി ഹത്താ തഫീഅ ഇലാ അംരില്ലാ. പിന്നെ ഒരു കക്ഷി മറുകക്ഷിയോട് അതിക്രമം ചെയ്യുകയാണ്. നിങ്ങൾ സുൽഹിന് ശ്രമിച്ചിട്ടും അതിക്രമത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിക്രമം ചെയ്യുന്നവരോട് നിങ്ങൾ പടവെട്ടുവിൻ, അവർ അള്ളാഹുവിൻ്റെ വിധിയിലേക്ക് തിരിച്ചു വരുന്നതുവരെ എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്തരം ഘട്ടങ്ങളിൽ വിശ്വാസികളുടെ നിലപാട് ഇനി പറയുന്നതായിരിക്കണം. 1, അക്രമം അഴിച്ചുവിടുന്നവരെ അതിനനുസരിച്ച് അതിന് പ്രവർത്തിക്കാൻ അനുവദിച്ചുകൊണ്ട് മാറി നിൽക്കലല്ല. 2, മർദ്ദിതരെ കൈയൊഴിക്കലല്ല. 3, അക്രമികളെ സഹായിക്കലും അല്ല. നമ്മുടെ സന്ധിശ്രമം പരാജയപ്പെടുമ്പോൾ കേവല നിഷ്പക്ഷത പാലിക്കാനും നമുക്ക് പാടില്ല. നീതിയുടെ പക്ഷത്ത് നിൽക്കണം എന്നതാണ്. എല്ലാ കാര്യത്തിലും നിഷ്പക്ഷത നല്ല കാര്യമല്ല, പക്ഷം ചേരലാണ് നല്ല കാര്യം. നീതിയുടെ പക്ഷത്താണ് നമ്മൾ നിൽക്കേണ്ടത്. അതിക്രമിക്കപ്പെട്ട, മർദ്ദിക്കപ്പെട്ടവരുടെ ഭാഗത്താണ് നമ്മൾ നിൽക്കേണ്ടത്. അതിൻ്റെ ഭാഗമായാണ് സുൽഹ് ശ്രമങ്ങൾക്ക് ശേഷം ഒരു കക്ഷി അതിക്രമം കാണിച്ചാൽ സത്യത്തിൻ്റെ പക്ഷത്ത് നിന്ന് അക്രമികളോട് സമരം ചെയ്യുക അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അത് നമ്മുടെ ബാധ്യതയായിട്ട് മാറുന്നത്. അതിക്രമകാരികളോടുള്ള ഈ സമരത്തിൽ ആയുധം ഉപയോഗിച്ചുകൊണ്ട് വേണമോ, കൊല നടത്താൻ പറ്റുമോ എന്നൊക്കെ വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഗതികളല്ല ഇവിടെ ഉമ്മത്തിനോട് അള്ളാഹു കൽപ്പിക്കുന്നത്. നിയമയുദ്ധമാവാം, ആവശ്യമായ ബലപ്രയോഗമാവാം,
അവരിൽ സമ്മർദ്ദം സൃഷ്ടിക്കലാവാം എന്നൊക്കെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ അഹ്ലുകാരോടും പരിധി ലംഘിക്കാത്തവരോടുമുള്ള കൽപ്പനകളാണ്. എന്നാൽ ഇതാവട്ടെ അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകളിലേക്ക് മടങ്ങുന്നതുവരെ നടത്തേണ്ട ഒരു കാര്യമാണ്. അഥവാ ശ്രമം അതുവരെ തുടരണം. അത് ഇല്ലെങ്കിൽ ആ ശ്രമം തുടരരുത് എന്നുകൂടി അത് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് ഫഇൻ ഫാഅത്ത് ഫഅസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ലി വ അഖ്സിതു. അങ്ങനെ അവർ തിരിച്ചു വന്നാൽ, നിങ്ങളുടെ സുൽഹിലേക്ക് ഒത്തുതീർപ്പിലേക്ക് അവർ തിരിച്ചു വന്നാൽ അവർക്കിടയിൽ നീതിപൂർവം അനുരജ്ഞനമുണ്ടാക്കുവിൻ, നിങ്ങൾ നീതി പാലിക്കണം എന്ന് പ്രത്യേകമായി വീണ്ടും പറയുന്നുണ്ട്. ഒത്തുതീർപ്പുകൾ എങ്ങനെയെങ്കിലും ആയാൽ പോരാ. ഒരു പ്രശ്നത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ അന്യായമായ സമ്മർദ്ദം ചെലുത്തി പ്രശ്നം തൽക്കാലം തീർക്കുന്ന മധ്യസ്ഥത ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ചില വിഷയങ്ങളിലൊക്കെ ആളുകൾ ഇടപെടുമ്പോൾ രണ്ടു കൂട്ടരെയും ശകാരിച്ച് ഇങ്ങനെയൊന്നും ആകാൻ പാടില്ല, മേലാൽ ഇതൊന്നും ആവർത്തിക്കരുത് എന്നതൊരു മധ്യസ്ഥതയല്ല ഇസ്ലാമിൻ്റെ ഭാഷയിൽ. ഇസ്ലാമിൻ്റെ ഭാഷയിൽ ആർക്കാണോ അനീതി ഉണ്ടായിട്ടുള്ളത് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കുമ്പോഴേ പ്രശ്നം തീരുകയുള്ളൂ. ഇരുകൂട്ടർക്കും നീതി കിട്ടണം. അതാണൊരു മസ്ലഹത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ നീതിയിൽ അധിഷ്ഠിതമായ ഒരു സുൽഹ അല്ല, അടിച്ചൊതുക്കലാണ്, തൽക്കാലം പ്രശ്നം തീർക്കലാണ് നടക്കുന്നത് എങ്കിൽ ആ പ്രശ്നം പിന്നെയും പുകഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവർക്കിടയിൽ ഫഅസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ലി വ അഖ്സിതു, രണ്ട് ഭാഷയിലും അതിവിടെ പറഞ്ഞിരിക്കുന്നത് നീതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നിശ്ചയം അള്ളാഹു സ്നേഹിക്കുന്നത് നീതിമാന്മാരെയാണ് എന്ന് പറയുന്നുണ്ട്. ഏത് അനുരജ്ഞനത്തിലും ഈ കാര്യമാണ് നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത് എന്നല്ല, അതിലെ അള്ളാഹുവിൻ്റെ പ്രീതി ഉണ്ടാവുകയുള്ളൂ. മുകളായത്ത് മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിൻ്റെ മൗലികമായ തത്വങ്ങൾ, ശരീഅത്ത് നിയമങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട സൂറത്തുൽ ഹുജുറാത്തിലെ ഒരു ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇതിൻ്റെ ആവശ്യം വന്നില്ല. അതൊരത്ഭുതമാണ്. പ്രവാചകൻ്റെ അനുയായികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ രണ്ട് കക്ഷികളായി തർക്കിച്ച പ്രശ്നമുണ്ടായിട്ടില്ല. ആ തർക്കം വൈജ്ഞാനികമായ തർക്കമാണ്. അതിന് ഇസ്ലാമിന് അതിൻ്റെ പരിഹാരവുമുണ്ട്. എന്നാൽ പിന്നീട് ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ സംഘങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് അള്ളാഹുവിന് അറിയാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അള്ളാഹു മുൻകൂട്ടി കാണുന്ന കാര്യമാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടന്ന സംഘട്ടനങ്ങളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ വിഷയത്തെ, ഇതിലെ നിയമങ്ങളെ, വ്യവസ്ഥകളെ വിശദമായി ചർച്ച ചെയ്യുകയും അത് ക്രോഡീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ആളുകൾ നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ സംഘങ്ങൾക്ക് ഉപരിയായി ഒരു ത്വായിഫത്തിൽ നിന്ന് അത് ഫിർക്കത്തിലേക്കും വലിയ വലിയ ഗ്രൂപ്പുകളിലേക്കുമായി തമ്മിലടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മസ്ലഹത്തുകൾ ആര് നടത്തും? അപ്പോൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയാണ് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മസ്ലഹത്ത് കമ്മിറ്റികൾ ഉണ്ടാവണം, വ്യക്തികൾക്കും അയൽവാസികൾക്കും ഉണ്ടാകുന്നതിലുണ്ടാകണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും, വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് 10-ാമത്തെ ആയത്തിൽ പറയുന്നത്. തീർച്ചയായിട്ടും വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാകുന്നു. അതിനാൽ നിങ്ങളുടെ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ നിങ്ങൾ നന്നാക്കുവിൻ എന്ന് ഖുർആൻ ഇവിടെ കൃത്യമായി ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഒരു സാർവലൗകിക സാഹോദര്യ വിളംബരമാണിത്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഈ സാഹോദര്യം നിലനിർത്തുന്നതിനെക്കുറിച്ച് ജീവൻ, ധനം, അഭിമാനം പരസ്പരം ആദരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷേ മുസ്ലിങ്ങൾ തമ്മിൽ തല്ലുന്നൊരു കാലഘട്ടത്തിൽ അത്യന്തം അപകടകരമായ ഒരു കാര്യത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ മുഅ്മിനോടുള്ള യുദ്ധം കുഫ്റാണെന്ന് ബുഖാരി ഉദ്ധരിച്ച ഹദീസുകളിൽ ഉണ്ട്. അഥവാ മുഅ്മിനിനോട് യുദ്ധം ചെയ്യുന്നത് കുഫ്റാണ്. ഇതെല്ലാം ഈ ലോകത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് കാരുണ്യം, അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ലോകത്തോട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആവശ്യമുള്ള ഈ കാലഘട്ടത്തിൽ ഭക്തിയുള്ളവരായിക്കൊണ്ട് വലിയ വലിയ പരീക്ഷണങ്ങൾ വരുന്നതിനെ തടുക്കുവാൻ പറ്റുന്ന രൂപത്തിൽ മുൻകൂട്ടി തന്നെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഈ സത്യവിശ്വാസികൾക്കിടയിൽ, സഹോദരന്മാർക്കിടയിൽ, സഹോദരിമാർക്കിടയിൽ ആവശ്യമായ രൂപത്തിൽ സുൽഹുണ്ടാക്കുക എന്നത് ഇസ്ലാമികമായ നേതൃത്വത്തിൻ്റെ
സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ, ഉലമാക്കളുടെ, ഉമറാക്കളുടെ വലിയ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ചെറിയ വട്ടത്ത് നിന്നുകൊണ്ട്, കുടുംബത്തിലും ചുറ്റുവട്ടത്തു നിന്നുകൊണ്ടുള്ള ഇതിനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ റബ്ബിൻ്റെ കാരുണ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. അള്ളാഹു ഇസ്സത്തും ഖുവത്തും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.